ഇത് കർണാടക കുശാൽ നഗറിലുള്ള ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളാണ്. ഇത് ആക്ച്വലി ഈ ടെമ്പിൾ ഉണ്ടാക്കിയത് ടിബറ്റിയൻ സ്റ്റൈലിലാണ്. നമ്മുടെ ചൈനയിൽ ടിബറ്റിലുള്ള ടെമ്പിളിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആ ഒരു ലുക്കിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. മൊത്തം ചൈനീസ് സ്റ്റൈലിലാണ് ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ. അതുപോലെ ഗൗതം ബുദ്ധയുടെയും ദൈവങ്ങളുടെ രൂപങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം. പൂക്കളൊക്കെ വെച്ച് നല്ല രീതിയിൽ ഇത്രയും അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ടുള്ളത് കാണാം. ആ സെൻറ്ററിൽ കാണുന്നത് ഗൗതം ബുദ്ധയുടെ സ്റ്റാച്ചു ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ചെന്നപ്പോൾ ഈ ഈ റിംബൂച്ചികൾ നമ്മൾ പറയും. റിംബൂച്ചികൾ എന്നല്ല, ഇവർ ആക്ച്വലി ഗൗതം ബുദ്ധയുടെ ഭക്തരാണ്. അവർ പുരോഹിതരാവാൻ വേണ്ടി ഇങ്ങനെ ടിബറ്റിൽ നിന്ന് ചൈനയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. 5-ാമത്തെ വയസ്സ് തൊട്ട് ഇവരെ ഇങ്ങനെ ട്രെയിനിങ്ങിന് ഇങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ വിട്ടേക്കുന്നതാണ് പറഞ്ഞ് കേൾക്കുന്നത്. പക്ഷേ ചിലവർ ഇത് പരിശീലിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പുരോഹിത പണി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ചിലവർ ഇത് ഇടയിൽ വെച്ച് നിർത്തുന്ന ആൾക്കാർ. പക്ഷേ ഒരു കാര്യം ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ വളരെ ശാന്തമായൊരു അന്തരീക്ഷം. അവർ ആ ബുദ്ധ എന്ന രൂപത്തിൻ്റെ അടുത്തിരുന്ന് ഇത്രയും നല്ല രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നു. അവരെ ഭക്തി അത്രയും, അവർ പ്രാർത്ഥിക്കുന്ന ശബ്ദം കേൾക്കാൻ തന്നെ തോന്നുള്ളൂ. അത്രയും എന്താ പറയുക, തെളിഞ്ഞ മനസ്സോടെ അവർ ഇത്രയും ഭക്തിയോടെ അവർ ആ പ്രാർത്ഥന ചൊല്ലി അവർ ഇത്രയും ശ്രദ്ധയോടെ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഈ ഒരു ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ശാന്തമായൊരു അന്തരീക്ഷമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ടെമ്പിളാണ്. ടിബറ്റിൻ്റെ ആ ഒരു രീതിയിൽ, ചൈനയിൽ നമ്മൾ ടിബറ്റിൽ ടെമ്പിൾ കാണുന്ന പോലെ തന്നെ അത്രയും ഭംഗിയായിട്ടാണ്, അതും കർണാടക പോലത്തെ ഒരു സ്ഥലത്ത്. അതൊരു ഞാൻ കണ്ടേക്കണതിൽ ഇത്ര മനോഹരമായൊരു കാഴ്ച വേറെ ഇല്ല. ഞാനതുപോലെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ബാക്കിൽ ഈ ബിൽഡിംഗ് ഒക്കെ കാണാം. പല ഡിസൈനുകളാണ് ഓരോ ബിൽഡിങ്. ചൈനയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ബിൽഡിങ്ങാണ് അത് ആക്ച്വലി. അത് കർണാടക പോലത്തെ ഒരു സ്ഥലത്ത് ഇതുപോലെ ടെമ്പിളുകൾ ഇത്ര മനോഹരമായി ആക്കണമെങ്കിൽ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്.